ഹലോ ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാനുള്ള മൂഡിലാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലുള്ളത്. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ളത്. അവിടെ ഭയങ്കര വെയിൽ, അതാണ് നമ്മൾ കുറച്ചിങ്ങോട്ടേക്ക് മാറിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വപ്നയാത്ര അല്ലേ, ഒരു സ്വപ്നയാത്ര പിന്നെ പൂർത്തീകരിക്കാനുള്ള ഒരു പരിപാടിയിലുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്, രാവിലെ 9 മണിയായിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ ഇറങ്ങി, നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉള്ളത് അല്ലേ. കാരണം ഒരുപാട് വീഡിയോസിലും അതുപോലെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാന്ന്. അപ്പോൾ അതുപോലെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എണീച്ച് കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്ന് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം, വഴിയെ നിങ്ങളെല്ലാം കാണിക്കുന്നതാണ്. എല്ലാ കഥയും നമ്മൾ വഴിയെ പറയുന്ന. ഓക്കെ, അപ്പോൾ ഏതായാലും കാണാം. നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അങ്ങോട്ട് നീളത്തിൽ അതാണ് നമ്മൾ വന്ന വഴി, അങ്ങോട്ടേക്കാണ് റോഡ് ഉള്ളത്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. ഈ ഭാഗത്തൊന്നും വണ്ടി തിരക്കോ കാര്യങ്ങളോ നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല. കാരണം ഇങ്ങോട്ടൊന്നും വണ്ടികൾക്കൊന്നും എൻട്രി ഇല്ല, താഴെ വരെ മാത്രമേ എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാരെ നമ്മൾ ഇതുവരെ ഒരു വണ്ടിയിലാണ് കേട്ടോ വന്നത്. അപ്പം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലേക്ക് നമ്മൾ കൊടുത്തു വിട്ട്. നമ്മൾ വന്ന വണ്ടിയിൽ ടാക്സിയിലാണ് ബാഗും കാര്യങ്ങളുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അവിടെ മഞ്ഞ് അതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞ് വീഴ്ച ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരിതാണ്. കുറേ കലിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് അവിടെ ബാക്കിയുണ്ട്. ഏതായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോവാം. ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമാണ് കാര്യം. നമ്മൾ സത്യം പറഞ്ഞാൽ രാവിലെ 9 മണിയുടെ ട്രെയിനിന് പോകണമെന്നുള്ള വിചാരിച്ചാണ്. അതെ, ട്രാഫിക്കൊക്കെ ആയിട്ട് പിന്നെ ലേറ്റായി പോയി. ഏതായാലും ഞങ്ങളെപ്പോലെ വരുന്ന ആൾക്കാർക്ക് ഇത് ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാ ട്രെയിൻ ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ കാണാനുള്ളൂ എപ്പോഴും നാട്ടിലുള്ളവർക്ക്. നമ്മളെ അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനിൻ്റെ പൈസ 20 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് വർത്തമാനപ്പെടുന്ന അതിൽ തടുത്തിട്ട് അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിന് വേണ്ടി ഇതാ കാത്തിക്കലാണ്. ട്രെയിൻ ഇതാ ഈ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യണം. ട്രെയിനിൻ്റെ സമയം 10:40 കാണുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ആ ട്രെയിൻ യാത്ര നടത്തിയിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നമ്മൾ വന്ന വണ്ടി നമ്മൾ പറഞ്ഞു വിടുമായിരുന്നു. നമ്മൾ ഇനി എത്താൻ പോകുന്ന സ്ഥലത്തേക്ക് ആ വണ്ടിയിൽ പറഞ്ഞു വിട്ടു. നമ്മൾ ഈ ട്രെയിനിനും ആ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മൾ ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തത് ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് അനന്തനാഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ട്രെയിനിലേക്ക് കൂടിയുള്ള യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കാശ്മീരിലാണ് കൂടുതലായിട്ടും ഐസ് വീണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് ബാരാമുള്ളയിൽ നിന്ന് നമുക്ക് ശ്രീനഗറിലേക്കും അതുപോലെ അനന്തനാഗിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ പിന്നെ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് അധികം ഐസ് വീണിട്ടില്ല. അപ്പോൾ ശ്രീനഗറിൽ നിന്ന് താഴോട്ടേക്കുള്ള ഏരിയയിൽ മാത്രമേ ഐസ് വീണിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റൂട്ടിലേക്കാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് പിന്നെ 1 മണിക്കൂറത്തെ ഒരു ഓട്ടം ഉണ്ട് ഇവിടുന്ന് നമുക്ക് അനന്തനാഗിലേക്ക്. ഇത് ബനിഹാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേഷനാണ് ഈ അനന്തനാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുവരെ തണുത്ത് പറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കലാന്ന്. കാലൊക്കെ ഭയങ്കരമായിട്ട് അല്ലേ തണുത്ത് മരവിച്ചു പോയി. ഇപ്പോൾ ചെറുതായിട്ട് രാവിലെ സൂര്യൻ ഉദിച്ചുകൊണ്ട് നല്ല സുഖമുണ്ട് ഇങ്ങനെ വെയിൽ കായ. ബോഡി കുഴപ്പമില്ല, കാലിൻ്റെ അടിഭാഗം ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിരലുകളൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് മരവിച്ചു പോകും. അതാണ് കൂടുതലായിട്ട് പിന്നെ ആദ്യം തന്നെ തണുപ്പ് പിടിക്കുന്ന അല്ലേ ഒരു ഇതാണത്. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് വരുന്നുണ്ടോ?
അല്ല അത് ഫ്ലൈറ്റിന്റെ സൗണ്ടാണ്. അത് ജെറ്റ് വിമാനത്തിന്റെ സൗണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോൾ രാവിലെ തന്നെ വെയിൽ കായ നല്ല സുഖമുണ്ടല്ലേ? നല്ല സുഖമുണ്ട്. പക്ഷെ കാല് ഭയങ്കര തണുത്തിട്ട് ഐസും കട്ട പോലെ ആയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഏതായാലും ട്രെയിൻ വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ പിറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ദൂരത്തിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അല്ലേ. ഏതായാലും നമ്മൾ ട്രെയിനിൽ കയറട്ടെ. നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതാ പിറകിൽ കാണിച്ചു തരാം. ഇത് ഒത്തിരി ആൾക്കാരെ നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അതെ, ചെറിയ ബോഗി കുറവാണ് അതിൽ. അപ്പോൾ അത്രയും ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട് ഇവിടെ. ഇത്രയും ആൾക്കാരെ കൊള്ളുമോ അതോ KSRTC ബസ് പോലെ തൂങ്ങി പിടിച്ച് പോകണമെന്ന് അല്ലേ കണ്ടറിയാം. മലയാളീസ് ഒക്കെ ഉണ്ടാവും. അല്ല, 1-2 ആൾക്കാർ അതുപോലെ കണ്ട്. സൗത്ത് ഇന്ത്യൻ ആ ഒരു മുഖച്ഛായയുള്ള കുറച്ച് ആൾക്കാരെ അതിൽ കണ്ടിന്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ആരെങ്കിലും ഒക്കെ ആയിട്ട്. ഏതായാലും ഇതാ ട്രെയിൻ പിറകുന്ന് വരുന്നുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ഏതായാലും ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാൻ പോകാം. നമ്മളങ്ങനെ ഇപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ട്രെയിൻ ഇതാ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാഴ്ചകളൊക്കെ ബാക്കി. അതെ, നമുക്ക് ഡോറിൻ്റെ ആ സ്ഥലം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളവിടെ നല്ല തിരക്കാട്ടോ. നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പോലും നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം അകത്തൊക്കെ ഫുൾ ആൾക്കാർ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാതിലിൻ്റെ ഈ ഒരു സൈഡിൽ ആൾക്കാർ കുറവാണ്. അതെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോർ വഴി നമ്മൾ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പുറം വന്ന് ഈ ഡോറും കൂടി തുറന്നു. ഇതാണ്ടാ കംപ്ലീറ്റ് ഐസ് ഇതുപോലെ വീണ് കിടക്കുന്നുണ്ട്. അത് മൊത്തം വെള്ളമാണ്. ആ വെള്ളത്തിൽ വീണ ഐസാണ് അതുപോലെ തന്നെ നിൽക്കുന്നത് അല്ലേ. ഒരു വയൽ പോലത്തെ സാധനമാണ്. അതല്ല ഇത് വയൽ തന്നെയാണ്. അതല്ല ഇത് കംപ്ലീറ്റ് വയലാണ്. ചോളത്തിന്റെ വയലല്ലേ. ഇത് ബിൽഡിങ്ങിന്റെ മുകളിൽ മൊത്തം ഐസ് വേണം. ഒരു പാലത്തിന്റെ പണി നടക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മഞ്ഞും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഗൈസ്. ഇതാ ഇപ്പോൾ ഈ രീതിയിൽ മഞ്ഞ്, നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ അലിഞ്ഞു പോയി അല്ലേ. അതുകൊണ്ട് ഇതാ ഒരുപാട് അലിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇപ്പം മണ്ണ് മിക്സായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? വെയിലുള്ളതുകൊണ്ട് 2 ദിവസങ്ങളിൽ മഞ്ഞ് വീണിട്ട് തന്നെ ഇതാ കണ്ട ഈ ഒരു ലെവലിലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം അല്ലേ ഉണ്ട്. പക്ഷെ എന്നാൽ നല്ല മഞ്ഞ് മലകളായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ചില സ്ഥലങ്ങളിൽ ഒരുപാടുണ്ട്, ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവിടെ നിർത്തിയിട്ടില്ല. അത് ആ സ്റ്റേഷനിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല പരവതാനി വിരിച്ചതുപോലെ വയലിൽ മൊത്തം മഞ്ഞ്. സ്റ്റേഷനിൽ തന്നെയാ വരാൻ തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ മഞ്ഞ് വീഴുകൊണ്ടല്ലോ കൈനെ കൊണ്ട് ഞാൻ തൊട്ടില്ല. ഞാൻ കയ്യേറിയിട്ടില്ലേനോ. നമുക്ക് എന്ത് ശരിക്കും കൈ കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് ഐസ് കയ്യിലെടുക്കാം പോരെ. ഐസൊക്കെ അലിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കലാണേ. നമ്മളങ്ങനെ അനന്ത്നാഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോക്കാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് നമ്മൾ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മള് ആദ്യം പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, നമ്മള് വിചാരിച്ച പോലെ കിട്ടിയില്ല. അതെ, വിചാരിച്ച ലാസ്റ്റിലോട്ടേക്ക് ഇറങ്ങുന്ന സമയത്താണ് കൂടുതൽ മഞ്ഞ് അല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഏതായാലും നമ്മൾ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മൾ തന്നെ ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതിന് ശേഷം പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ടുള്ളത്. റെയിൽവേ ട്രാക്ക് കണ്ടില്ലേ,
ഇതിൻ്റെ ചുറ്റും പുറകെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കംപ്ലീറ്റ് ഐസ് കൊണ്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നതായിരിക്കും, കാരണം ഇത് മൊത്തം അലിഞ്ഞു പോയതാണ്. ഈ പിറകിൽ കാണുന്നില്ലേ, ഇത് മൊത്തം അലിഞ്ഞലിഞ്ഞ് വെള്ളമായി മാറി. അപ്പോൾ കൈ ഭയങ്കരമായിട്ട് തണുപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ഭയങ്കര തണുപ്പ് കൈക്ക്. അതെ അതെ, ഇവിടെ ഭയങ്കര സൂര്യന്റെ ചൂടുണ്ട്, പക്ഷെ എന്നാലും അത് ശരിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലേ. വെറുതെ സൂര്യൻ വെറുതെ ഒരു പേരിന് മാത്രമേ ഉള്ളൂ, ആ ചൂട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ട്രെയിൻ എക്സ്പീരിയൻസ് അല്ലേ. അതെ, രണ്ട് സൈഡിലും കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിൽ ഒരു അതെ അതെ, കാരണം പിന്നെ ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറം മാറി മാറി നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഉള്ളൊരു സൗകര്യം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല. വഴിയിലൊക്കെ ആൾക്കാർ നിന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടി പറ്റിയില്ല നമുക്ക്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു അല്ലേ ഈ ഒരു ട്രിപ്പ്. ഏതായാലും പിന്നെ നിങ്ങൾ ശ്രീനഗറിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കാശ്മീർ ട്രിപ്പിന് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലും പിന്നെ ട്രെയിനിൻ്റെ രണ്ട് സൈഡിലും നല്ല ഇതുപോലെ മഞ്ഞ് മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെ, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ കണ്ണിന് കിട്ടുന്ന ഒരു കുളിർമയില്ലേ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു സംഭവം അല്ലേ. കാരണം നമ്മൾ പിന്നെ നേരിട്ട് കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ ഒരു 3 മാസങ്ങളിലും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഇല്ല, ഫസ്റ്റിലോട്ട് ഡിസംബർ ഒരു 15-ന് ശേഷവും അതുപോലെ ഒരു ഫെബ്രുവരി വരെയുള്ള ഒരു സമയത്തിലാണ് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. നമ്മളിപ്പം അനന്തനാഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടില്ല, ഇത് ബനിഹാൽ വരെ പോയി കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ പകുതിക്ക് വെച്ച് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഇവിടുന്ന് ഷോർട്ട് കട്ടായിട്ട് പഹൽഗാമിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇതിൻ്റെ വേറെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതെ അതെ, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനും ഒരു ബോറുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം, ബൈ.